എന്നിട്ട് ഇതെവിടെ പോവാ? ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാ അർച്ചനെ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവന്തിക പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടായെന്ന്. എന്താ അതിനർത്ഥം? ഞാൻ കേക്കില് വിഷം ചേർത്ത് എല്ലാവരും കൊല്ലാൻ നോക്കിയെന്നല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന്? ഏടത്തേന്നല്ല, ആരും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഏടത്തി ഇപ്പൊ ഇവിടുന്ന് പോകരുത്. പോണം. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ അവന്തിക എന്തെങ്കിലും പറഞ്ഞ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചെന്ന് വരും. പ്രതികരിക്കണം. അവര് പറയുന്നത് കേട്ട് നമ്മൾ എത്ര കരയുന്നോ അത്രയും അവര് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഏടത്തിക്ക് മനസ്സറിവില്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കുകയും അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് ഏടത്തിക്ക് മനസ്സിലായോ? മനസ്സിലായി. അവക്ക് ഇതിലെന്തോ പങ്കുണ്ടല്ലേ? അതെ. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അവന്തികയും അനകയും കേക്ക് കഴിച്ചതുകൊണ്ട് ആരും അവരെ സംശയിക്കുകയില്ല. എങ്കിലും ഇതിന്റെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എന്താണുണ്ടായെന്ന് ആ പോലീസ് ഓഫീസർ കണ്ടെത്തും തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കിയ ആളായിട്ടല്ലേ എല്ലാരും എന്നെ കാണും. എടുത്തേം അങ്ങനെ ഇവിടെ ആരും കാണില്ല. ചുരുക്കി പറഞ്ഞ അവന്തിയെടുത്തിയുടെ വാക്കിനും അഭിപ്രായത്തിനും ഇവിടെ ആരും വലിയ വില കൊടുക്കുകയില്ല. എടുത്തി ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് അവന്തിയെയും അനക്കയും ഒഴികെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എടുത്തി ഇപ്പൊ ഇവിടുന്ന് പോകരുത്. അത് നമുക്ക് എതിരാവുകയുള്ളൂ. എടുത്തി പോയാ കുറ്റക്കാരി ഏടത്തി ആയതുകൊണ്ട് അത് സമ്മതിച്ച് പോകുന്നത് പോലെ ആവും. അല്ലെങ്കിൽ അവന്തിക അങ്ങനെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കും. അങ്ങനെ നമ്മളോടൊപ്പം ഇപ്പൊ നിൽക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിച്ച പിന്നെ നമ്മള് പരാജയപ്പെട്ടതുപോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏടത്തെയും ഈ അവസ്ഥയിൽ ഇവിടം വിട്ടു പോകരുതെന്ന്. എന്ത് വർത്തമാനം കേട്ടാലും ഇവിടെ പിടിച്ചു നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടത്തെ ആരെങ്കിലും ഈ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തിയ എന്നോട് പറയാം. അതിനെ ആര് ചോദ്യം ചെയ്താലും ഉത്തരം ഞാൻ പറഞ്ഞോളാം. പിന്നെ ഇവിടെ നടന്നത് നമ്മുടെ വീട്ടിലെ ആരും അറിയണ്ട. അറിഞ്ഞാ അവര് വല്ലാണ്ട് വിഷമിക്കും. അതുമാത്രമല്ല ഏട്ടത്തെയും പിന്നെ ഇവിടെ നിർത്തുകയില്ല. പഴയതുപോലെ വലിയ പിണക്കത്തിലേക്ക് കാര്യങ്ങൾ പോയെന്നും വരും. എന്തുകൊണ്ടും ഏടത്തി ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനും നെല്ലും പതിനും തിരിച്ചിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനം ഉണ്ടാക്കും ഞാൻ.